ഒബ്സർവേഷൻ വീലാണ്. ഈ ഓരോന്നത്തേലും 30 പേർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു എന്താ പറയുന്നത് കേബിൾ എന്ന് പറയുന്നതാണ്. ഇത് 1 മണിക്കൂർ കറങ്ങി നമ്മൾക്ക് അങ്ങ് മുകളിൽ വരെയുള്ള വ്യൂ കാണിച്ച് മെൽബൺ മൊത്തം ഒന്ന് കാണിച്ചിട്ട് നമ്മളെ താഴെ ഇറക്കി കൊണ്ടുവരും. 1 മണിക്കൂർ കൊണ്ടാണ് ഒരു വളയം എടുക്കുന്നത്. അപ്പം നമുക്ക് കാണാം. എൻ്റെ കൂടെ പോരുക, വാട്ടർ ഫ്രണ്ട് സിറ്റി കാണാം. മെൽബണിൽ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇതിലൊക്കെ ഒന്ന് കയറണം കേട്ടോ. തുച്ഛമായ ഫീസേ ഉള്ളൂ, $15 എങ്ങാണ്ടേ ഉള്ളൂ ഒരാൾക്ക്. ഫാമിലിക്കാണെങ്കിലാണ് $26 ഉള്ളൂ. ഇത് സ്ലോലി മൂവ് ചെയ്യുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പോലീസ് ഹെലികോപ്റ്റർ ഇങ്ങനെ പരതുന്നുണ്ട്. ആരെയാണോ? ഇതാ പോകുന്നു ഹെലികോപ്റ്റർ. ജയന്റ് വീല് നിൽക്കുന്ന സ്റ്റാൻഡ് കണ്ടോ? എൻ്റെ അമ്മേ, 2 സ്റ്റാൻഡേലാണ്, അല്ല 2 അല്ല 4-5-6 സ്റ്റാൻഡേലാണ് നിൽക്കുന്നത്. കണ്ട മുകളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെ അല്ലേ. എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വാട്ടർ ഫ്രണ്ട് സിറ്റിയുടെ, അതായത് ഡോക്ലാൻഡ്സ് എന്ന് പറയുവേ. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇത് കംപ്ലീറ്റ് ഇവിടെ എന്നാ പറയുന്ന റോഡൊന്നുമില്ല, എല്ലായിടവും ഷോപ്പിങ് കാര്യങ്ങൾ മാത്രമാണ്. നോക്കിക്കേ, എന്തോ ഒരു രസമാണല്ലേ, നല്ല രസമാണ്. ഒരു ദിവസം അല്ല 2 ദിവസം വേണേലും ഇവിടെ നമുക്ക് തങ്ങാനുള്ള കാണാനുമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഷോപ്പിംഗ് ആണെങ്കിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഒത്തിരി ഫുഡ് ഔട്ട്ലെറ്റ്സ്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ മേടിക്കാൻ കിട്ടും. ദേ ബോയ്സും ബേബിച്ചനും നേരെ വിട്ടു പോയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, അവരുടെ കൂട്ടത്തിൽ ചെല്ലാവേ. ഡ്രഗ് സ്ക്രീനിന് വേണ്ടിയിട്ട് ഇതേ പോലീസ് നിൽക്കുന്നതാണ് കാണുന്നത്. ആക്ച്വലി ഡ്രഗ് സ്ക്രീൻ അല്ല, അത് ഇൻ്റർനാഷണൽ
പാസഞ്ചേഴ്സ് വന്നല്ലോ, അപ്പോൾ അവരുടെ ഹോട്ടൽ ക്വാറന്റൈൻ സംബന്ധിച്ച് അവരെ എയർപോർട്ടിൽ നിന്ന് ഇറക്കിയതാണ് പോലീസിൻ്റെ അകമ്പടിയോടെ. അതുകൊണ്ടാണ് ആ ലൈറ്റ് ഇങ്ങനെ മിന്നി കിടക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു മക്കളെ, ബ്യൂട്ടിഫുൾ. അതാണ് ജയൻറ്റ് വീല് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഡോക്ലാൻഡ്സ്, ദ ഡിസ്ട്രിക്ട് ഡോക്ലാൻഡ്സ്. നല്ല രസമാണ് കേട്ടോ മെൽബൺ സിറ്റി. വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വരാൻ, ഷോപ്പിങ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുക, അങ്ങനെ ഒത്തിരി നല്ല രസമുള്ള കാര്യമാണ്. അതുകൊണ്ട് മെൽബണിൽ വരുന്നവർ ഇതൊക്കെ ഒന്ന് കാണാതെ പോകരുത്. അയ്യോ, അത് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി ഉണ്ടല്ലോ ഇവിടെ ഉപയോഗിച്ച. ഇതാ നോക്കിക്കോളൂ, ഈ വാട്ടർ ഫ്രണ്ട് സിറ്റിയിലെ ഉള്ള ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് സ്പൈസ് ലാബ്. ഇതിപ്പം വൈകുന്നേരം 8 മണിയാകുന്നു. പക്ഷേ ഇന്ന് നല്ല സണ്ണി ഡേ ആയിരുന്നുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് സൂര്യാസ്തമനം. ഓ, 2 ബേഡുകൾ ഇന്ത്യൻ മൈനയാന്ന് തോന്നുന്നു. നമ്മുടെ മുഖത്ത് തട്ടിയില്ലാന്നേ ഉള്ളൂ. ആ മൈ ഗോഡ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. വാട്ടർ ഫ്രണ്ടിനോട് അടുത്തപ്പോഴത്തേനും ഇതേ നല്ല ആഞ്ഞ് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മളിപ്പം കണ്ട വെള്ള ലൈറ്റൊക്കെ ഉണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിന്റെ താഴത്തെ വശമാണേ. നല്ല രസമുണ്ടല്ലേ, ലൈറ്റും സൂര്യപ്രകാശത്തിന്റെ ഇച്ചിരി എല്ലാം കൂടെ കൂടിയപ്പോഴത്തേനും. ഓ, ഒത്തിരി പേരുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ. ദാ നോക്കിക്കോളൂ. ലക്ഷറി യാറ്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ് ആ കാണുന്നത് കേട്ടോ. ഇതാണ് വാട്ടർ ഫ്രണ്ട് സിറ്റി ഡോക്ലാൻഡ്സ്.
ഞാൻ റിമെമ്പർ ചെയ്യുന്നു ബേബിച്ച. നമ്മൾ ഈ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ വെള്ളം എന്താ പറയുക പ്രതിമകൾ പോണക്കത്തെ ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ വന്നായിരുന്നു. പിള്ളേർക്കൊരു 4, 6, 7 ഒക്കെ വയസ്സൊക്കെ ആയിരുന്നു അപ്പം വന്നതാണ്. ഇപ്പം കുറേ നാളായിരുന്നു. ഈ ലോക്ക്ഡൗൺ കാരണം ഈ വർഷം ഇങ്ങോട്ട് വന്നേ ഇല്ല. അയ്യോ ബേബിച്ച നല്ല മാസ്കൊക്കെ വെച്ചു. ഇതാ നോക്കിയോളൂ, കാർപ്പറ്റ് റോസ് നന്നായിട്ട് നിൽക്കുന്നു. ഞങ്ങളിവിടെ വന്ന് ഫിഷ് ആൻഡ് ചിപ്സും ഒക്കെ കഴിച്ചതാ. വാട്ടർ ഫ്രണ്ട് സിറ്റി ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ച് സമ്മറിൽ നല്ല രസമാണ്. ബോയ്സ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഇവിടുന്ന്, എന്തെങ്കിലും കഴിക്കാം. എല്ലാം റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം. Well, obviously, I don't know why, but it's just different. The roof of my mouth. ബ്ലൂബെറി, സ്ട്രോബെറി, പൈനാപ്പിൾ ജ്യൂസ് ആൻഡ് ടിഞ്ച് ഓഫ് ലെമൺ ഇട്ട ഒരു മോക്ടെയിലാണ് ഈ സംഭവം. ഇതാണ് വാട്ടർ ഫ്രണ്ട് ഡൈനിങ്. അപ്പം ഞങ്ങളുടെ ടൈം കഴിഞ്ഞു സിറ്റിയിൽ. നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് വാട്ടർ ഫ്രണ്ട് സിറ്റി കേട്ടോ, ഡോക്ലാൻഡ്സ് എന്ന് പറയും. അപ്പോൾ ഇതാ രാത്രിയായി, ഇപ്പം രാത്രി 10 മണിയായി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ. അപ്പം നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് ബൈ.